എന്താണ് അക്കൗണ്ടിങ്ങും ഫിനാൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഓൺട്രപ്രണർക്ക് അക്കൗണ്ടിങ് അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതിന് നമുക്ക് നല്ലൊരു അക്കൗണ്ടൻറ്റിനെ വെച്ചാൽ മതി. കാരണം അക്കൗണ്ടൻറ്റിന് എങ്ങനെയാണ് ബില്ല് രേഖപ്പെടുത്തേണ്ടത്, എക്സ്പെൻസ് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്, എവിടെയാണ് ഇൻകം രേഖപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ഇൻവോയ്സ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഒരു അക്കൗണ്ടൻറ്റിന് അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഒരു ഓൺട്രപ്രണർ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഫിനാൻസ് ഒരു ഓൺട്രപ്രണർ അറിഞ്ഞിരിക്കണം എന്നതാണ്. എന്താണ് ഫിനാൻസും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ചില വ്യത്യാസങ്ങൾ പറയാം. രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, അതായത് ഈ വരവ്, ചെലവ്, അല്ലെങ്കിൽ അകത്ത് വരുന്ന പൈസ, പുറത്തു പോകുന്ന ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്ന ടെക്നിക്കലായ കാര്യമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫിനാൻസ് അങ്ങനെയല്ല. ഈ പണത്തിനെ എങ്ങനെ വിനിയോഗിക്കണം, ഈ പണത്തിൽ നിന്ന് എങ്ങനെ കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കണം, ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ കൂട്ടാൻ കഴിയും, എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ ഫിനാൻഷ്യൽ എഫിഷ്യൻസി കൂട്ടാൻ കഴിയും, ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഫിനാൻസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാൽ ഭൂതകാലത്തിനെ പറയുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. 2 കമ്പനികൾ 10 ലക്ഷം രൂപ മുതൽ മുടക്കിൽ സ്ഥാപനം തുടങ്ങി. അതിൽ ആദ്യ കമ്പനിയേക്കാൾ രണ്ടാമത്തെ കമ്പനിയിൽ ഫിനാൻഷ്യൽ റിട്ടേൺ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്ത്? ഈ ആദ്യത്തെ കമ്പനിയിൽ എങ്ങനെ അങ്ങനെ ഫിനാൻഷ്യൽ റിട്ടേൺ കൂട്ടാം? ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നതിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓൺട്രപ്രണർ ഒരു ഫിനാൻഷ്യൽ തിങ്കറായിരിക്കണം എന്നാണ്. ഈ സാമ്പത്തികം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, ഇത് എങ്ങനെ ഉപയോഗിച്ചാൽ കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ കഴിയും, എങ്ങനെയാണ് ഈ അസറ്റുകൾ, നമുക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഉണ്ടാകും, ഈ അസറ്റുകൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ, വിനിയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ കൂടുതൽ നന്നായി വിനിയോഗിക്കപ്പെടണം, ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നതിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ചിന്ത ഒരു ഫിനാൻഷ്യൽ പരമായി പഠിക്കുകയും അത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് ഒരു ഓൺട്രപ്രണറുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ അക്യുമെൻ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ തിങ്കിങ് കൊണ്ടുവരാൻ കഴിയും എന്ന കാര്യത്തിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണെന്നും അതെങ്ങനെയാണ് നോക്കേണ്ടതെന്നും എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിന് ഫിനാൻസ് അനലൈസ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്തരം നോളേജ് ആർജിക്കാൻ കഴിയും. അത് ഏതൊരാൾക്കും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം.